പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാല ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞു മക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എന്നിൽ നിന്ന് പ്രാർത്ഥന ആഗ്രഹിക്കുന്നു എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിമുഖത്തായ പ്രവൃത്തി പ്രത്യാശയും അവൻ വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്ത മറ്റുള്ളവരെക്കാൾ അധികം സ്നേഹിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ മറ്റുള്ളവരിലും അധികമായി സ്നേഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എനിക്ക് ആയിത്തീരാൻ കഴിഞ്ഞില്ല, എൻ്റെ പ്രത്യാശ മുഴുവനും ഭംഗം വന്നുപോയി, ഒന്നിലും എനിക്ക് മുന്നോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്നെ ആരും കരുതുവാനും സ്നേഹിക്കുവാനും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ, സർവശക്തനായ ദൈവം വ്യക്തമായി തിരുവചനത്തിൽ കൂടി നമ്മോട് ആലോചന അറിയിക്കുന്നു. മറ്റുള്ളവരെക്കാൾ അധികം നമ്മെ സ്നേഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. അതിനാധാരമായിട്ട് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് 2-ാം അധ്യായം 17-ാമത്തെ വാക്യം, എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: രാജാവ് മറ്റെല്ലാ സ്ത്രീകളിലും അധികം എസ്തേറിനെ സ്നേഹിച്ചു. അവർ വായിക്കുന്നത് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് സ്ത്രീകളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു എങ്കിലും അവരെ ആരെയും രാജാവിന് ബോധിച്ചതായി നമുക്ക് കാണുന്നില്ല. അമ്മേൻ അവിടെ കൊണ്ടുവരാൻ കാരണമെന്ന് പറയുന്നത് വസ്തി രാജ്ഞിയുടെ അഹങ്കാരം നിമിത്തമാണ്. അവിടെ എസ്തേറിനെ ആമേൻ മറ്റ് അനേക സ്ത്രീകളെയും ശൂഷൻ രാജധാനിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ കൊണ്ടുവന്ന അനേക സ്ത്രീകൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ദൈവാത്മാവ് അല്ലെങ്കിൽ രാജാവ് ഏറ്റവും ഇഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നത് എസ്തേറിനെ മാത്രമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശൂഷൻ പട്ടണത്തിൽ നിന്ന് വസ്തി രാജ്ഞിക്ക് പകരമായി കൊണ്ടുവന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നു എങ്കിലും രാജാവിന് ഇഷ്ടപ്പെട്ടതും ബോധിച്ചതും എസ്തേറിനെ മാത്രമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, എസ്തേറിന് ഒരു അനുസരണ മനോഭാവം ഉണ്ടായിരുന്നു. എവിടെയും കീഴടങ്ങുന്ന ഒരു മനോഭാവം അവളിൽ കാണാൻ കഴിഞ്ഞു എന്ന് നമുക്കിവിടെ വ്യക്തമായി അവിടെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം ഏറ്റവും അധികം സ്നേഹിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കീഴടങ്ങുന്ന അല്ലെങ്കിൽ അനുസരണമുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിശ്ചയമായും സർവശക്തനായ ദൈവം നമ്മെ അധികമായി സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. മാനുഷികമായി നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനുഷ്യരുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീഴടങ്ങാൻ ഒരു മനസ്സില്ല, അല്ലെങ്കിൽ അനുസരിക്കാൻ ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സ്നേഹം ലഭിക്കാതെ പോകുന്നത്, കരുണ ലഭിക്കാതെ പോകുന്നത്, മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കാതെ പോകുന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ അഹംഭാവം കൊണ്ടാണ് അവിടെ മറ്റുള്ളവർ അംഗീകരിക്കുവാൻ മനസ്സ് കാണിക്കാതിരിക്കുന്നത്. എന്നാൽ എസ്തേറിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് അതിൻ്റെ 15-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, എസ്തേർ കീഴടങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഏത് കാര്യത്തിലും അവൾ കീഴടങ്ങിയിരിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. 20-ാം വാക്യത്തിൽ വളർത്തച്ഛനായിരിക്കുന്ന മൊർദെഖായി പറയുന്നതെല്ലാം അപ്പാടെ അനുസരിക്കുവാൻ ഒരു മനസ്സുള്ളൊരു സ്ത്രീ ആയിരുന്നു എസ്തേർ എന്ന് പറയുന്നത്. വളർത്തച്ഛനാണ്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നിൽക്കും, ഞാൻ പറയുന്നത് വളർത്തച്ഛൻ കേട്ടാൽ മതി എന്ന മനോഭാവത്തോടു കൂടിയല്ല എസ്തേർ നിന്നത്. എസ്തേർ വളർത്തച്ഛനായിരുന്നു എങ്കിലും മുൻകാലങ്ങളിൽ താൻ എങ്ങനെ വളർത്തച്ഛന് കീഴ്പ്പെട്ടു വന്നുവോ അതേ അനുഭവത്തിൽ തന്നെ രാജകൊട്ടാരത്തിന് ഉള്ളറയിൽ കയറിയിട്ടും എസ്തേർ വളർത്തച്ഛനായ മൊർദെഖായിയെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഒരു അനുസരണ മനോഭാവമുള്ള
സ്ത്രീയിന്മേൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ആമേൻ, ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയാം, പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം നമ്മെ മറ്റുള്ളവരെക്കാൾ ഏറ്റവും അധികം സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ നമ്മൾ ഒന്ന് താഴ്മ ധരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് കീഴടങ്ങുവാൻ, ദൈവത്തിൻ്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും ദൈവാത്മാവ് നമ്മെ സ്നേഹിക്കുവാനിടയായിത്തീരും. ഒരിക്കലും അർഹതയില്ലാത്ത ഒരു രാജസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജ്ഞി സ്ഥാനത്തേക്ക് എസ്തർ മാറ്റപ്പെടുവാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് തൻ്റെ അനുസരണയുടെ ആമേൻ ആഴമാണ് എന്ന് വ്യക്തമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ രാജകൊട്ടാരത്തിനകത്ത് രാജ്ഞിയായി വാണിരുന്ന വസ്തി എന്തുകൊണ്ട് ആ രാജ്ഞിസ്ഥാനം വിട്ടുമാറാൻ ഇടയായി തീർന്നു, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് രാജ്ഞിസ്ഥാനം മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ, വസ്തിയുടെ ജീവിതത്തിൽ അനുസരണമെന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നില്ല. നിഹള ഹൃദയത്തോടെ, ഞാനെന്ന ഭാവത്തോടെ, അഹങ്കാര ഹൃദയത്തോടെ നിന്ന വസ്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അതേ സ്ഥാനത്തേക്ക് താഴ്മ ലഭിച്ച, താഴ്മ ധരിച്ച, അനുസരണമുള്ള എസ്തേറിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് മാനിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, ഒരു അനുസരണ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ഹൃദയത്തെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഞാൻ എന്ന ഭാവം വിട്ട്, നിഹള ഹൃദയത്തെ വിട്ട്, താഴ്മ ധരിച്ച ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നീ അർഹിക്കാത്ത മേഖലയിൽ സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ ഉയർത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.